ഭൂട്ടാനിൽ വന്നു ഇനി വരച്ച വെയ്യ. ഭൂട്ടാനിൽ പോണ റൂട്ടിലുള്ള കുറച്ച് മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ. അടിപൊളി കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു മഴ ഉള്ള ഒരു പോകും. അതുപോലെ തന്നെ ചുറ്റും എന്താ പറയാ ചെറിയൊരു പുഴയൊക്കെ ആയിട്ട് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. എന്റെ പിറകിൽ കാണുന്നതാണ് ഇന്ത്യ ഭൂട്ടാന് കവാട കേട്ടോ. ഇവരെല്ലാരും ഇല്ലേ ഞാൻ വീഡിയോ എടുത്തിട്ട് പ്രശ്നമാക്കുന്നു കേട്ടോ. ഒരു ഭൂട്ടാൻ പോലീസുകാർ വന്നിട്ട് ചൂടായി അങ്ങനെ ജയിലിൽ കൊണ്ട് കിടക്കുന്നൊക്കെ പറഞ്ഞു. നമ്മക്ക് എന്ത് പേടി നമ്മളെ സബ്സ്ക്രൈബേഴ്സ് വരുന്ന പറഞ്ഞു ഞാൻ ഒറ്റ മൂട്. നമ്മള് ഇന്ത്യൻ സമയം 3:15 കാണണം കേട്ടോ. നമ്മള് ഭൂട്ടാൻ സമയം 3:45. ഏകദേശം നമ്മള് അരമണിക്കൂർ ഡിഫറെന്റ് ഉണ്ട് കേട്ടോ. നമ്മൾ ചെറിയതായിട്ടൊന്ന് പ്ലക്കപ്പെട്ടു കേട്ടോ. ചെറിയൊരു പ്ലക്കിപ്പെട്ടു. ഹായ് ഗൈസ്, അപ്പോൾ വെൽക്കം ടു ഷമ്മാസ് വ്ലോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഭൂട്ടാനിലോട്ടാണ്, വേറൊരു രാജ്യത്തോട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ആസാമിൽ നെൽബാരി എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളിവിടെ സ്കൂളിൽ. പക്ഷെ നമ്മളിവിടെ നിന്ന് ഏകദേശം 3 മണിക്കൂർ 71 കിലോമീറ്റർ യാത്രയേ ഉള്ളൂ ഭൂട്ടാനിൽ പോവുക. അവിടെ 5 കിലോമീറ്റർ ചുറ്റളവിൽ നമുക്ക് പൈസ ഒന്നും കൊടുക്കാതെ യാത്ര ചെയ്യാൻ വേണ്ടി പറ്റും. സോ അവിടേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ ഭൂട്ടാനിൽ പോകേണ്ട കാര്യങ്ങളും ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോ വ്ലോഗിലൊക്കെ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലൊക്കെ പറയും. ഭൂട്ടാനിൽ പോണ റൂട്ടിലുള്ള കുറച്ച് മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ. അടിപൊളി കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു മഴ ഉള്ള ഒരു പോകും. അതുപോലെ തന്നെ ചുറ്റും എന്താ പറയാ ചെറിയൊരു പുഴയൊക്കെ ആയിട്ട് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. കാണിച്ചു തരാം. അത് നോക്കി വയസ്സ് എന്ത് രസാലേ. അവിടെ നോക്കി അടിപൊളി പറഞ്ഞാൽ അടിപൊളി കേട്ടോ. ഇവിടെ ചെറിയൊരു പുഴയൊക്കെ ഉണ്ട് കേട്ടോ. വെള്ളം കുറച്ച് കുറവാണ്. പക്ഷെ നല്ല അടിപൊളി പറഞ്ഞാൽ നല്ല രസമുള്ള സ്ഥലം. പ്രത്യേകിച്ച് ഭൂട്ടാൻ ബോർഡറിൽ എത്തുമ്പോഴാണ് നമ്മൾ ഇതുപോലത്തെ ഒരുപാട് പ്രകൃതിയുള്ള സ്ഥലങ്ങൾ കാണുന്നത്. നമ്മൾ നിൽക്കുന്ന നെൽബാരിയിലും ആസാമിലും ഒന്നും എന്തില്ല ഇതുപോലുള്ള സ്ഥലങ്ങളില്ല. ഒരുപാട് പാടങ്ങളും ബ്രഹ്മപുത്രയുടെ തീരങ്ങളും മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ വേണ്ടി പറ്റും. നമ്മൾ ഏകദേശം ഭൂട്ടാൻ്റെ ബോർഡറിൽ എത്തിയിട്ടുണ്ട്. കമ്മിൽപാരി എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റ് ഉണ്ട് ആസാമിൽ. അതിൻ്റെ ഭൂട്ടാൻ ക്രോസിങ്ങിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഒരുപാട് ഷോപ്സും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. നല്ല ബ്ലോക്കാട്ടോ. നമുക്ക് കുറേ അങ്ങോട്ട് പോകണം. ഏകദേശം അത്രത്തോളം ബ്ലോക്ക് വരുന്നുണ്ട്. നമ്മൾ പേപ്പർ ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആദ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭൂട്ടാനി വാഹനം കേട്ടോ. അപ്പൊ ഗൈസ് നമ്മളുള്ളത് ഭൂട്ടാന്റെ ബോർഡറിലാണ്. അപ്പൊ നമ്മള് പാസിന് വേണ്ടിട്ട് വരി കേട്ടോ. നമ്മളെല്ലാവരും ഉണ്ട്. അപ്പൊ ഇനി നമ്മൾ നേരെ പോണത് ഭൂട്ടാൻ ആദ്യം പെർമിറ്റ് എടുക്കണം. പെർമിറ്റ് എടുക്കാൻ നമുക്ക് ആവശ്യമുള്ളത് ഇവിടെ വാലിഡ് ID എന്നുള്ള വോട്ടർ ID അല്ലാന്നുണ്ടെങ്കിൽ പാസ്പോർട്ടോ ആണ്. മറ്റേ ആധാറൊന്നും ഇവിടെ പറ്റില്ല എന്നാണ് ഇപ്പം നമ്മൾ കണ്ടുന്നത്. അവിടെ ഒരുപാട് ബോർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ ബോർഡിലും നിങ്ങൾ എന്തായാലും കയ്യിൽ എന്താണ് വാലിഡ് ആയിട്ടുള്ള വോട്ടർ ID അല്ലെങ്കിൽ പാസ്പോർട്ടോ ആണെന്നുള്ളതാണ്. പിന്നെ വണ്ടി കാര്യങ്ങൾ കയറുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ലൈസൻസ്, ആരാണ് വണ്ടി എടുക്കുന്ന അയാളെ ലൈസൻസ്, വണ്ടിയുടെ പേപ്പറും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കണം. എന്നാലേ നമുക്ക് കയറാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷെ 5 കിലോമീറ്റർ ചുറ്റളവ് വരെ നമുക്ക് ഫ്രീ ആയിട്ട് പോകാം. അതിനപ്പുറം പോകാന്നുണ്ടെങ്കിൽ പേയ്മെന്റ് കൊടുക്കണം എന്നുള്ളതാണ്. സോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പാസ് കെട്ടി തരാം. നമ്മളതിൽ വരിയിലാണ്. ഓക്കെ, ഞാൻ വരി അങ്ങോട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഭൂട്ടാൻ ബോർഡറിന്റെ ഏറ്റവും ഉള്ളത്. നിങ്ങൾ അവിടെ ഒരു ബോർഡ് കാണുന്നുണ്ടാകും. ആ ബോർഡിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് വാലിഡ് ID, വോട്ടർ ID, പാസ്പോർട്ട് ഉണ്ട്. ഏതായാലും നമ്മുടെ ചെക്കന്മാരൊക്കെ ഇവിടെ ഉണ്ട്. ഏകദേശം എല്ലാ ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ചെക്കിങ് കണ്ടോ. ഇവിടെ വലിയ ചെക്കിങ് ഒന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഇവിടെ കാര്യങ്ങൾ എഴുതി എടുക്കാന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ എല്ലാവരും ഉണ്ടോ. പിന്നെ വോട്ടർ ID, പാസ്പോർട്ടും ആധാർ കാർഡൊക്കെ വാലിഡ് ആണ്. അപ്പോ നമ്മള് ഇന്ത്യന്റെ ബോർഡർ പറയും. കാരണം നമ്മള് എന്താക്കി പാസ്പോർട്ടും വോട്ടർ ID കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ കഴിഞ്ഞ് ഇനി നമുക്ക് ഭൂട്ടാൻ പോകണം. ഭൂട്ടാന്റെ അവിടെ പോയിട്ട് വേറെ നമ്മൾ വാലിഡ് ആയിട്ടുള്ള ID കാണിച്ചു കൊടുക്കണം. നമ്മളവിടെ ആധാർ കാർഡ്, പാസ്പോർട്ട്, വോട്ടർ ID ഒക്കെ പറ്റുന്നുണ്ട്. എന്തും പോകും. ഇനി നമ്മൾ ഒരുമിച്ച് വരുന്ന ഗ്രൂപ്പ് ആണെങ്കിൽ ഒരുമിച്ച് എല്ലാവരും ഒരു ID അയക്കാൻ ഏറ്റവും ബെസ്റ്റ് എന്നാണ് അഭിപ്രായം. വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ 2 പേര് പാസ്പോർട്ട് കൊടുത്ത് നമ്മളെ കൂട്ടത്തിൽ ബാക്കി 10ഓളം ആൾക്കാർ വോട്ടർ ID എടുത്ത്, ഒരാൾ ആധാർ കാർഡ് കൊടുത്തു. ഇത്രേ ഉള്ളൂ. സിമ്പിളാണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഭൂട്ടാൻ ബോർഡർ. ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടതാണ് നമ്മളെ ഭൂട്ടാനീസ് പാസ്പോർട്ട്, അതുപോലെ തന്നെ അല്ലെങ്കിൽ ഐഡന്റിഫിക്കേഷൻ കാർഡ്. ഒരുപാട് നമ്മൾ കാണുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇന്ത്യയിൽ നിന്ന് നമ്മൾ ഭൂട്ടാൻ വിസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇന്ത്യൻ പാസ്പോർട്ട് ഒരു 6 മാസം വാലിഡിറ്റി ഉള്ള, അതുപോലെ തന്നെ ഒറിജിനൽ വോട്ടർ ID. ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് പാസ്പോർട്ടോ ഒറിജിനൽ ബർത്ത് സർട്ടിഫിക്കറ്റോ ഒക്കെ മതിയാവും കേട്ടോ. ഇതാണ് നമ്മുടെ 64 BN-SSB ബരാമ ആസാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഡ്രൈവർ. ഹായ് ഹായ് ബോലോ. ഹായ്.
അപ്പോൾ നമ്മൾ ഡ്രൈവറും വേണം കേട്ടോ ഇവിടെ ഭൂട്ടാന്റെ പെർമിറ്റ് എടുക്കണമെന്ന് കാരണം എന്നുണ്ടെങ്കിൽ പെർമിറ്റിന് നമ്മളെ വണ്ടീൻ്റെ ഡ്രൈവറും കാര്യങ്ങളും വേണം. പിന്നെ വണ്ടിയുടെ പേപ്പറും കാര്യങ്ങളൊക്കെ സെറ്റ് ആവണം. പിന്നെ ഇത് ടാക്സിയാണ്, കയറുമൊന്നും നമുക്കറിയില്ല. ഓക്കെ. ഈ ആളുകളൊന്നും ഡ്രൈവർമാർ വരാത്തോണ്ട് അവരെ പിടിച്ചെത്തി കേട്ടോ. നമ്മളെക്കന്മാരെല്ലാവരും ഒരുമിച്ചുണ്ട്, ഡ്രൈവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഏതായാലും പെർമിറ്റ് എടുക്കാം. ഇവിടെയാണ് നമുക്ക് എൻട്രി, ക്യാഷ്വൽ വിസിറ്റേഴ്സ്, അതുപോലെ പെർമിറ്റ് ഹോൾഡേഴ്സ്. നമ്മളപ്പോൾ ജസ്റ്റ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്, അപ്പോൾ നമുക്ക് അത് മാത്രം മതിയാവും. ഓക്കെ, നമ്മൾ ചെറിയതായിട്ടൊന്ന് പ്ലക്കപ്പ് ഇട്ടോ, ചെറിയൊരു പ്ലക്കിപ്പെട്ടു. വാട്ട് അബൌട്ട് ദിസ് പ്ലക്കൽ ഗായ്സ്? അങ്ങനെ ഫൈനലി നമ്മൾ പുതിയ രാജ്യത്തേക്ക് കാലെടുത്ത് വെച്ചു. ആൻഡ് വി ആർ ഇൻ ഭൂട്ടാൻ. അങ്ങനെ നമ്മൾ ഭൂട്ടാനിലെത്തിട്ടോ. ഓക്കെ, ഭയങ്കര എക്സൈറ്റ്മെന്റ്. എൻ്റെ 4ാമത്തെ രാജ്യം. സൗദി, ഇന്ത്യ, കസാഖിസ്ഥാൻ. ജസ്റ്റ് UAE നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ടൈം ആയിരുന്നു ഭൂട്ടാനിലോട്ടാണ്. സോ വെരി ഹാപ്പി. ആൻഡ് ഗൈസ്, ദിസ് ഈസ് ഭൂട്ടാൻ. അങ്ങനെ നമ്മൾ ഭൂട്ടാൻ്റെ ബോർഡർ കടന്നെത്തിയിട്ടുണ്ട്. ദിസ് ഈസ് കവാടം. ഓക്കെ, നമ്മൾ കവാടം കടന്നെത്തി. സംഭവം എന്താ വെച്ചാൽ നമ്മൾ പ്ലക്കപ്പെട്ടു. ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വണ്ടി ഇവിടുത്തെ ടാക്സി ആയിരുന്നു ആസാമിൽ, അതും ചെറിയ മിനി മാജിക് വണ്ടി. സോ ആ വണ്ടി ബോർഡർ കടത്തിയിടാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ 5 കിലോമീറ്ററാണ് നമുക്ക് ഇവിടെ കറങ്ങാൻ പറ്റും. ഈ 5 കിലോമീറ്റർ നമ്മൾ പൈതൽ ചെയ്യണം, നടന്ന് പോകണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആക്ച്വലി നമ്മൾ പ്ലക്കപ്പെട്ട് വെച്ച് കഴിഞ്ഞാൽ ഈസിലി നമ്മൾ ലിഫ്റ്റ് എടുക്കാൻ പറ്റുമോ കേട്ടോ. ഇപ്പോൾ എല്ലാവരും ഓക്കെ. ആഷിമെ, നമ്മൾ പുതിയ രാജ്യത്തേക്ക് ഇതിനെ കുറിച്ച് എന്ത് പറയുന്നു? അടിപൊളിയാണ്. പക്ഷെ ഫസ്റ്റ് തന്നെ ഒരു ചടപ്പ് അല്ലേ, നമ്മളെ ഡ്രൈവർ പ്ലക്കി. എന്റെ സങ്കടം ഉണ്ട് ഇപ്പൊ ചെറിയ. അങ്ങനെ നമ്മൾ നടന്ന് ഇത് ഇവിടെ ഒരു സ്ഥലത്ത് എത്തിട്ടാ. അവിടെ എന്തൊക്കെ ഫ്ലാഗ്സ് കാണുന്നുണ്ട് നമ്മൾ അവിടെ നിന്ന്. പിന്നെ ഇവിടുന്ന് ഈ റൈറ്റിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സിറ്റിയിലെത്താൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. ഈ ബ്രിഡ്ജിന്റെ ഇവിടെ നമ്മൾ നോക്കിയാൽ വലിയൊരു നദി കാണാൻ വേണ്ടി പറ്റും. രസമുണ്ടല്ലേ? നമ്മളെ പിള്ളേരൊക്കെ നടക്കുന്നുണ്ട്. അവിടുന്ന് പാലം കടന്ന് വന്നിട്ടുണ്ടല്ലോ, ഇവിടെ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട്. ഏകദേശം ഭൂട്ടാനിലെ പ്രധാനപ്പെട്ട കുറച്ച് സ്ഥലങ്ങളിലേക്കുള്ള ബസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലൊരു ഷോപ്പിൽ നമ്മളെ വെള്ളം വാങ്ങാൻ വന്നു. പക്ഷേ നമ്മുടെ ഇന്ത്യൻ മണിയേ ഉള്ളൂ, ഭൂട്ടാൻ മണിയിൽ. സോ നമ്മൾ പറ്റും. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാലേ നമ്മള് ഇവിടെ ബാങ്കിലോ അല്ലെങ്കിൽ ചില വാലിഡ് ആയിട്ടുള്ള ഷോപ്പുകളിലോ പോയിട്ട് നമ്മൾ മണി എക്സ്ചേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞത്. നമുക്ക് വാട്ടർ ബോട്ടിലും കാര്യങ്ങളൊന്നും വാങ്ങാൻ ഇപ്പം നമുക്ക് പറ്റിയില്ല. നമ്മൾ ജസ്റ്റ് വീണ്ടും നമ്മൾ പാളി. നമ്മൾ 2-3 ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞതാണ്. പിന്നെ നമ്മൾ ആരും വാങ്ങി തരും വിചാരിച്ചിട്ട് ചോദിച്ചത്, പക്ഷെ ആരും പറ്റുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഇപ്പോൾ വാട്ടർ ബോട്ടിലിന്റെ സെറ്റപ്പ് ഉണ്ട്, പക്ഷേ വെള്ളം കഴിഞ്ഞു. അപ്പോൾ ഇതായിട്ട് ബസ് സ്റ്റാൻഡിന്റെ പുറകെയുള്ളത് ഒരുപാട് സ്ഥലങ്ങളിൽ ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കും. അപ്പോൾ ഭൂട്ടാനിൽ വന്നിട്ട് പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒരു കാഷ്വൽ ആയിട്ട് വന്നതാണ്. ജസ്റ്റ് 5 ഹവേഴ്സിന്റെ 5 കിലോമീറ്റർ സ്പേസ് പോകാനുള്ള വന്നതാണ്. അപ്പോൾ ലോങ് ഒക്കെ വന്നിട്ട് ഭൂട്ടാനിൽ വരുന്ന ആൾക്കാർക്കാണെങ്കിൽ ഈ ഇവിടെ ബസ്സും കാര്യങ്ങളൊക്കെ കിട്ടും, ബുക്ക് ചെയ്യാനൊക്കെ പറ്റും. താത്ത എന്തോ പരിപാടിയിലാണ് കാര്യം. പക്ഷെ ആർട്ടിസ്റ്റിനെ കണ്ടാൽ നമ്മളൊന്ന് നെട്ടും. കാക്ക ഡെഡിക്കേറ്റഡ് ക്യാമറമാൻ. വാട്ട് അബൌട്ട് ദിസ് ക്യാമറമാൻ? ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫുള്ളി പ്രൊഫഷണൽ. അപ്പൊ ഗൈസ്, അപ്പോൾ നമ്മള് ഭൂട്ടാനിൽ കയറിയിട്ട് ഇവിടുന്ന് ശേഷം നമ്മളെ ബോർഡറിൽ നിന്ന് 150-200 മീറ്ററിലുള്ള ഒരു സിറ്റിക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ സിറ്റിയിലാണ് ഇപ്പം നമ്മളുള്ളത്. ജസ്റ്റ് എൻ്റർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഷോപ്സും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ചെറിയ ചെറിയ ഷോപ്സും പിന്നെ കെട്ടിടങ്ങളിലൊക്കെ ഏകദേശം ഒരു ബുദ്ധിസ്റ്റ് അവരെ എന്താ പറയുക സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് എന്താ പറയുക വ്യത്യസ്തത നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ആ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മൾ മൊണാസ്ട്രികളൊക്കെ കാണുന്ന പോലെ ടൈപ്പ് സാധനങ്ങൾ ഇവിടുത്തെ എല്ലാ ബിൽഡിങ്ങിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഭയങ്കര ക്ലീൻ കേട്ടോ. നമ്മൾ ജസ്റ്റ് ഭൂട്ടാൻ്റെ ബോർഡർ നമ്മൾ ഇന്ത്യൻ ബോർഡറൊക്കെ എത്തിക്കഴിഞ്ഞാൽ അവിടെ കാണുന്നതിൽ എത്ര വൃത്തി ഇവിടെ ഉണ്ട്. ഞാൻ കാണിച്ചു ഇതാട്ടോ നമ്മളെ സിറ്റിയുടെ മെയിൻ സെൻട്രൽ. അതുപോലത്തെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ BP നമ്മളെ ഭൂട്ടാൻ പ്രൈവറ്റിൻ്റെ ഒരുപാട് നമ്പർ പ്ലേറ്റിലെ വണ്ടികളാണ്. ഭയങ്കര ക്ലീൻ. നമ്മളെ സൗദിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്ത് റോഡ് സൈഡിൽ ഇതുപോലെ ട്രാഫിക്കിലൊക്കെ വണ്ടികളൊക്കെ നിർത്താൻ, റോഡ് സൈഡിൽ പക്കായിട്ട് വണ്ടി നിർത്താൻ പറ്റുന്ന സ്പേസുകൾ ഇന്ത്യയിൽ നമ്മൾ കണ്ടത് വളരെ കുറവാണ്. പക്ഷെ ഭയങ്കര ക്ലീൻ ആട്ടോ. സിറ്റിന്ന് ഭയങ്കര ക്ലീനാണ്. അപ്പോൾ നമ്മൾ ഷോപ്പ് നമ്പർ 2 എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഷോപ്പ് നമ്പർ 2 വരുന്നത്. ഇവിടെ നമ്മളെ സെൽമീൻ, ഹായ് സെൽമീൻ, ഹായ് അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ആനസും ഉണ്ട്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ പറ്റുമോ നോക്കാൻ വേണ്ടി വന്നതാണ്. ഇതിലുണ്ടാ സാധനം ഉണ്ടാ? പിൻട്രസ്റ്റ് BYD ഏതോ വണ്ടി കേട്ടോ, എനിക്കറിയൊന്നുമില്ല. ഇവരാരൊക്കെ ഭയങ്കര സംഭവമാക്കി പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു മൊണാസ്ട്രി എത്തിയിട്ടുണ്ടോ. ഇത് ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള സെൻട്രലിൽ തന്നെ ചെറിയൊരു മൊണാസ്ട്രി. ഇതിന്റെ സംഭവം എന്താ പോലെ ശരിക്കും ഇങ്ങനെ ആഗ്രഹം വെച്ച് മണിയടിച്ചാല്
യോ എന്റെ ആഗ്രഹം ശരിയാക്കണോ? വൺ വിഷ് വൺ വില്ലോ ഒബ്സഷൻ. നല്ലൊരു മഴ വരുന്നുണ്ട്. ഇത് ഇവിടുത്തെ ഷോപ്പിലെ കെട്ടിടങ്ങളിലൊക്കെ ഒരു ഇത് കണ്ടില്ലേ, സിമിലാരിറ്റി ഇല്ല. ഇവിടെ കൂൾ ഡ്രിങ്ക്സ് ഇല്ല. ഈ പറയപ്പെട്ട സാധനങ്ങൾക്കല്ലേ 25 റുപ്പീസ് കേട്ടോ. ബോർഡർ ആയതുകൊണ്ടോ നമുക്കറിയില്ല, ഭയങ്കര ഹെവി റേറ്റ് ആയി തോന്നി. പിന്നെ ചോക്ലേറ്റ്സ് ബാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ തന്നെ ഡ്രസ് ഷോപ്പും വരുന്നുണ്ട് സെയിം ഷോപ്പിൽ. അതുപോലെ തന്നെ ഇവിടെ ഡ്രിങ്ക്സിന്റെയും അതുപോലെ തന്നെ എന്താ പറയാ കുറച്ചപ്പുറത്ത് നമ്മളെ ഒരു ഹോം നീഡ്സ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്തിന്റെ റൊണാൾഡോക്ക് കപ്പില്ല പറഞ്ഞു. എങ്ങനെ കപ്പ് ഉണ്ടാവാ? കളി അമ്മ കളിയല്ലേ. അവിടെ മെസ്സി 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 ഗോ. റൊണാൾഡോ അടി 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 ഇപ്പൊ അടിയാവും, ഇപ്പൊ അടിയാവും, അടിയാവും 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 അടിയാവും. ഗൈസ് നമ്മുടെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ഒരു കുറച്ച് വെറൈറ്റി മുട്ടായികൾ നമ്മളുണ്ട് ഇവിടെ. ക്യാൻഡീസ് ആണ്, പക്ഷെ രസമുണ്ട് കേട്ടോ കാണാനൊക്കെ. ജെല്ലി ടൈപ്പിലാണ്, പക്ഷെ ഇതിന് ഇതുണ്ടാ സ്റ്റൈലുണ്ട്. അതെ, കാണാൻ ലുക്ക് ഉണ്ട്. ഒരുപാട് ചെറിയ ഷോപ്പാണ്, നല്ല ആൾക്കാരുണ്ട്. ലോട്ട് ഓഫ് പീപ്പിൾ. വെജിറ്റബിൾ ഒക്കെ മസാല ആക്കിയിട്ട് വെച്ച സാധനം അല്ലേ. അതും മുളക് പൊടി കാര്യങ്ങള്. നമ്മളെ ചിപ്സ് ഒക്കെ. ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് ആണെങ്കിലും ലോട്ട് ഓഫ് സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഓക്കെ, കൊള്ളാം. ആൻഡ് ഇവിടെ നമ്മളെ ജ്യൂസ് ഷോപ്പുകളൊക്കെയാണ്. ആൻഡ് ദിസ് ഈസ് ദ ഫേമസ് വൺ കേട്ടോ. ഇത് നമ്മള് ഈ അന്നപൂർണ ABC ട്രക്കിങ്ങിലൊക്കെ കാണല്ലേ, അന്നപൂർണയും നമ്മുടെ ABC ഒക്കെ കാണുന്നതാണ് കേട്ടോ ഈ ഒരു സാധനം. ഇതാണ് റെഡ് ബുള്ളിന്റെ തുടക്കം എന്ന് പറഞ്ഞ എല്ലാവരും. നമ്മളൊന്ന് വാങ്ങിയിട്ടുണ്ട്, ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം. ഇവിടെ പ്രധാനമായിട്ട് ജെല്ലി ടൈപ്പ് സാധനങ്ങൾ കേട്ടോ. ജെല്ലികളൊക്കെ ഇതും ജെല്ലിയാണ്, നമ്മളെ കുട്ടിയെ കൊടുക്കുന്ന വെറൈറ്റി ജെല്ലീസ്. ആൻഡ് ഇവിടെ വീണ്ടും ജെല്ലീസ് കേട്ടോ. ഇവിടെ ജെല്ലീസ് ഫുൾ ജെല്ലി ടൈപ്പ് സാധനങ്ങൾ. നമ്മള് ലഞ്ച് കഴിക്കാട്ടോ. ലഞ്ചിന് നമ്മൾക്കുള്ളത് പറഞ്ഞാല് എന്താ പറയുക, കോബിൾസ്, ആൾസോ ഫ്രൂട്ട് ഫണ്ട് ഉണ്ട്. പിന്നെ നമ്മളൊരു വെറൈറ്റി സാധനം ദിസ് ഈസ് ദ മെയിൻ സാധനം. നമ്മളെ റെഡ് ബുള്ളിന്റെ സ്റ്റാർട്ടിങ് അല്ലത് ഇതല്ലേ, ഇതാ പറയണേ. അപ്സരപ്പ് തക്ക വെള്ളം. നമ്മള് ഇന്ത്യൻ സമയം ഇപ്പൊ 3:15 കാണണം കേട്ടോ. നമ്മള് ഭൂട്ടാൻ സമയം 3:45. ഏകദേശം നമ്മള് അരമണിക്കൂർ ഡിഫറെന്റ് ഉണ്ട് കേട്ടോ. പുതിയൊരു രാജ്യത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ മില്യണർക്ക് എന്ത് തോന്നുന്നു? ആസാമും ഭൂട്ടാനെ വെച്ച് നോക്കുമ്പോ വൃത്തിയിലേറ്റവും ബെറ്റർ ഏറ്റവും ഭൂട്ടാനെ ഫീൽ ചെയ്തു. തിരക്കും കാര്യമൊന്നും ഇല്ലാത്ത നല്ലൊരു ആൾക്കാരുടെ സൗണ്ടൊന്നും ഇല്ലാത്ത നല്ലൊരു പ്രദേശമായി ഫീൽ ചെയ്തു. അതുകൊണ്ടും ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാന്നുള്ളൂ, കൂടുതൽ അതെ അതെ. അത് വെച്ച് നോക്കുമ്പോ ഒരു ഹാപ്പി മൊമെന്റ് ആണ്. ഞാൻ വേറെ രാജ്യത്തേക്ക് പാസ്പോർട്ടൊന്നും ഞാൻ പോകാന്നുള്ളത് എന്തുകൊണ്ടൊരു സന്തോഷമാണ്. പക്ഷെ വന്നപ്പോ ഒരു വൺ ടൈം എക്സ്പീരിയൻസ് മാത്രമേ ഫീൽ ചെയ്തിട്ടുള്ളൂ. ഇങ്ങോട്ട് വലിയ മൂടൊന്നും ഇല്ല, കാണാൻ മാത്രമൊന്നും ഇല്ല, സംഭവമൊന്നുമില്ല. ഏകദേശം നമ്മള് സമയം 3:45. നമ്മൾ ഏകദേശം ഇവിടെ കയറുന്ന സമയത്ത് 12:30 12:15 ഉള്ളൂ. ഏകദേശം 3:45 4 മണിക്കൂറത്തോളം നമ്മൾ ഇവിടെ സ്പെൻഡ് ചെയ്ത് 3 മണിക്കൂറത്തോളം സ്പെൻഡ് ചെയ്ത് നമ്മൾ തിരിച്ച് ആസാമിക്ക് തന്നെ പോകണം. അപ്പോൾ ദാറ്റ്സ് ഇനഫ്. ഭയങ്കര നമ്മൾ വളരെ കുറഞ്ഞ സ്പേസിൽ നമ്മൾ വന്നിട്ടുള്ളൂ, അതാണ് കുറച്ച് എക്സ്പീരിയൻസ് ചെയ്യാൻ മാത്രം എല്ലാവരും പറയുന്നത്. ഗൈസ് അങ്ങനെ നമ്മൾ സോനിയർ വാങ്ങാൻ വേണ്ടി പോവാണ്. ഗൈസ് ദിസ് ഈസ് ആൻഡ് ദിസ് ആന്റി വരാൻ സിസ്റ്റർ 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 സിസ്റ്റർ. ഗൈസ് നമുക്ക് പൈസ കിട്ടിയോ? യോ യോ നൗ ഭൂട്ടാൻ കുക്കിംഗ് നാം നാം സിമിസിംഗ് ബോംബോ. ഗൈസ് നമ്മള് മഴയത്ത് ചീന ഒട്ടി നിക്കണൊക്കെ നല്ല മഴ കേട്ടോ അല്ലേ. തങ്ങളെ ഭൂട്ടാനെ പറ്റി പറയും. ആദ്യമായിട്ട് രാജ്യത്ത് പോവാണ്, അപ്പൊ അതിനെ പറ്റി എന്താ പറയാ? നല്ല അനുഭവമായിരുന്നു. സോലി ആദ്യമായിട്ടാണ് രാജ്യത്ത് പോണത് പുറത്ത്. അപ്പൊ ഫസ്റ്റ് ടൈം ഒരു സെക്കൻഡ് കൺട്രി പോണേ പറ്റി എന്താ ഫീൽ തോന്നി? അടിപൊളി അടിപൊളി, അത്രേ ഉള്ളൂ. ഇതാണ് നമുക്ക് കാഷ്വൽ വിസിറ്റ് കാർഡ്. അതായത് നമുക്ക് ഭൂട്ടാനിൽ കയറണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 4-5 കിലോമീറ്റർ പോയി വരാനുള്ളത് കേട്ടോ. ഇതിലിപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സാധനം നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ എക്സിറ്റിലും കൊടുക്കണം കേട്ടോ.
ഗൈസ് നമ്മള് ഭൂട്ടാനിന് പോവാണ് അല്ലേ? ഭൂട്ടാന് ഇറങ്ങിക്കണേ 2 കിലോമീറ്റർ 2 കിലോമീറ്റർ ചുരുക്കി ഇറങ്ങി 2 കിലോമീറ്റർ ചുരുക്കി ഇറങ്ങി. അപ്പോ ഏകദേശം ഞങ്ങൾ എക്സിറ്റ് എത്തിട്ടോ. ഇതിന്റെ പിറകിൽ കാണുന്നതാണ് ഇന്ത്യ ഭൂട്ടാന് കവാടട്ടോ. അപ്പോ ഭൂട്ടാനിലെ കാഴ്ചകളൊക്കെ കണ്ടില്ലേ, ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പോ നല്ല മഴ പെയ്ത് ലാസ്റ്റില് പരമാവധി സ്ഥലങ്ങളെ ഈ ഒരു സ്പേസിൽ കാണാൻ പറ്റി നമ്മൾ കണ്ട് തിരിച്ചു പോവാണ്. ഓക്കെ, അപ്പോൾ മൈക്ക് വാങ്ങിയിട്ടുള്ള ആദ്യത്തെ വ്ളോഗായിരുന്നു. വൃത്തിയായിട്ട് വിചാരിക്കുന്നു. അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും മാക്സിമം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കുറച്ചുകൂടി ട്രാവൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നാഗാലാൻഡ് തവാങ് ഒക്കെ അപ്കമിങ് സമയത്ത് നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ എന്ത് എന്നാലും ഇൻഷാ അല്ലാഹ് കാണാം. ബൈ ബൈ ബൈ. ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഭൂട്ടാനെ പറ്റി നിങ്ങൾ ഈ വ്ളോഗൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഭൂട്ടാനെ പറ്റി ഞാൻ ജസ്റ്റ് ഷോർട്ടായി വരാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഭൂട്ടാൻ ജസ്റ്റ് ബോർഡറിലാണ്. ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ ചിലവിൽ നമുക്ക് പൈസ കൊടുക്കാതെ ഫ്രീ ആയിട്ട് കയറാൻ പറ്റും. ജസ്റ്റ് നമ്മളെ കയ്യിൽ ആധാർ കാർഡോ വോട്ടർ ഐ ഡിയോ അല്ലെങ്കിൽ പാസ്പോർട്ട് എന്തെങ്കിലുമൊക്കെ മതിയാവും. അപ്പോൾ ഈ ഒരു സാധനം വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ആണ് ഇവിടെ ബോർഡറിൽ വന്നിട്ടുള്ളത്. ഇവിടെ ബോർഡറിൽ ഒരു സിറ്റി ഉണ്ട്. അത് വന്നിട്ട് കുറച്ച് മൊണാസ്ട്രി കാണാനൊക്കെ ഉണ്ട്. ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പം ഇത്രയേ ഉള്ളൂ. അതാണ് ഭൂട്ടാനെ പറ്റി ജസ്റ്റ് ആയിട്ട് പറയുന്നത്. ഭൂട്ടാൻ്റെ മെയിൻ ഏരിയയിലേക്കൊന്നും നമ്മൾ പോയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഫ്രീ ആയിട്ട് അത് പ്രത്യേകിച്ച് പൈസ ഒന്നും കൊടുക്കാതെ ജസ്റ്റ് ഒരു ആധാർ കാർഡോ വോട്ടർ ഐ ഡി ഒക്കെ ഉണ്ടെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് എന്തായാലും വരാൻ വേണ്ടി പറ്റും. നമ്മളുള്ള വന്നിട്ട് ആസാമിൽ നിന്നാണ്. ആസാമിൽ നമ്മൾ ഗുവാഹത്തിയിൽ നിന്നൊക്കെ ഏകദേശം 100-150 കിലോമീറ്ററുള്ള നമ്മൾ നെൽബാരിയിലാണുള്ളത്. അവിടുന്ന് 70 കിലോമീറ്ററോളം നമുക്ക് ദൂരമുള്ളൂ, 2 മണിക്കൂർ യാത്ര. സോ അങ്ങനെ വന്നാണ് ഭൂട്ടാനിൽ. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.